ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരെപ്പോഴും ഇങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കിയിട്ട് തനിച്ച് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയാവുമല്ലേ, അവിടെ ആരാ നിൽക്കുന്നത്, എന്തിനാ അങ്ങോട്ട് നോക്കിയിട്ട് തന്നെ ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. 3 മുതൽ 4 മാസത്തിനുള്ളിലുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കുട്ടികൾ ഒരു സ്ഥലത്ത് തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നതിന് എൻ്റെ നാട്ടിലൊക്കെ പറയുന്നത് മരിച്ചുപോയവരെ കാണാൻ വന്നതാണ്, കുട്ടി അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്, അവരുടെ കൂടെ കളിക്കുകയാണെന്നൊക്കെ പറയും. കുട്ടിയും നമ്മൾ മാത്രമായിട്ട് തനിച്ചൊരു റൂമിലിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഈ അന്ധവിശ്വാസവും അതുപോലെ തന്നെ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും ഒക്കെ കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അതൊന്നുമല്ല. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർക്ക് നല്ല കാഴ്ച ഉണ്ടാവില്ല, മങ്ങിയ രീതിക്കായിരിക്കും അവർക്ക് കാണുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ദൂരെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. വളരെ അടുത്ത് ചെന്നാൽ മാത്രമേ അവർക്കത് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് കളേഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. ബ്ലാക്കും ഗ്രേ വൈറ്റ് ഈ 3 ഷെയ്ഡ്സ് മാത്രമാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഗ്രാജുവലി ഡെവലപ്പായി ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ദൂരെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും, കളറുകളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഗ്രാജുവലി ഡെവലപ്പായിട്ട് വരുന്ന ഈ കാഴ്ചയാണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ. കുട്ടികൾക്കൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫാന്, ലൈറ്റ്, തിളങ്ങുന്ന വസ്തുക്കൾ, കളറുള്ള വസ്തുക്കളോടൊക്കെ ഒരു അട്രാക്ഷൻ തോന്നും. നമ്മളൊക്കെ ഇത് കണ്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല. കുട്ടികൾക്ക് അങ്ങനെയല്ല, അവർ ആദ്യമായിട്ട് കാണുന്നതാണ്, ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, എല്ലാം അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിലൊക്കെ നോക്കി ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ വറീഡ് ആകേണ്ടതെന്ന് വെച്ചാൽ, ഒരു 3-4 മാസമായിട്ടും കുട്ടി ഐ കോണ്ടാക്റ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. 3-ാമത്തെ മാസം എൻ്റെ മോൾക്ക് ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചത് പേര് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴോ ഒക്കെ കുട്ടി ഐ കോണ്ടാക്റ്റ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് അവർ നോക്കും. അതുപോലെ തന്നെ നമ്മൾ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിലോ നമ്മളുടെ കണ്ണിലേക്ക് അവർ നോക്കും. അപ്പോൾ ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. 2ാമത്തെ കാര്യം, അവരുടെ കൃഷ്ണമണി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്പം തന്നെ ഡോക്ടറെ കാണിക്കണം. അത് ഇപ്പോൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് പറയും. അതുപോലെ തന്നെ കൃഷ്ണമണി ഒരു പോയിന്റിൽ നിൽക്കാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃഷ്ണമണി മൂക്കിൻ്റെ ഭാഗത്തേക്ക് നടുക്കോട്ട് ഇങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ കുഞ്ഞ് ഒരുപാട് കണ്ണ് ചിമ്മുന്നുണ്ടെങ്കിലും ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ചുമരിലേക്കൊക്കെ നോക്കി ചിരിക്കുന്നത് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആകുമെന്നാണ് പറയുന്നത്. ഓരോ കുട്ടികൾക്ക് ഓരോ രീതിയാണല്ലോ. ഇപ്പോൾ എൻ്റെ മോൾക്കാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം വരെയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ലോ. പല കുട്ടികളിലും പല സമയത്താണ് ഓരോ മൈൽ സ്റ്റോൺസ് സംഭവിക്കുന്നത്. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നോർമലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.